താങ്ക് യു ജിജി സർ. കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് അല്ലേ സർ? യെസ്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. സർ. കൂടുതലും എന്നെ പരിചയമുള്ള ആളുകൾ തന്നെയായിരിക്കും. ചിലപ്പോൾ വളരെ കുറവ് ആളുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്നുണ്ടാവുക. എന്തിനാണെങ്കിലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോ ജയീഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പോയിന്റുകൾ വന്നു എന്നുള്ളത് കൊണ്ടല്ല, സത്യത്തില് വന്നിരിക്കുന്ന പോയിന്റുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും കൂടുതൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നുണ്ടാവുക. സത്യമല്ലേ? നമ്മളെല്ലാ ആളുകളും ജീവിതത്തിൽ വിജയിക്കണം എന്ന അടിയുറച്ച വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കാര്യം വന്നിട്ടുണ്ടാവുക. അതായത് ഇതെല്ലാം അറിഞ്ഞ് എനിക്ക് ഇതേ മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കില്ല കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടാവുക. പക്ഷെ വന്നതിന് ശേഷം ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിൽക്കുന്നവരായിരിക്കും കൂടുതലും, അല്ലെങ്കിൽ ഭൂരിഭാഗവും എന്ന് പറയുന്നത്. എന്നാലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ശതമാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വളരെ വിരളമായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെല്ലാ ആളുകളും ഇന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത്, അതായത് കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയത്ത് പല ആളുകളും റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ പ്രവർത്തിക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുത്താൽ നാളെ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, മനുഷ്യനാണല്ലോ, ലൈഫാണല്ലോ, ഒരിക്കൽ തുടങ്ങി ഒരു എൻഡിലേക്കാണല്ലോ പോകുന്നത്. അപ്പോ നമുക്കൊരു റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ്, ഒരു ലൈഫ് ഒന്ന് എന്താ പറയാ, റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമൊക്കെ ലൈഫിലുണ്ട് പല ആളുകളുടെ, എല്ലാ ആളുകളുടെയും. അതിൽ ചില ആളുകൾ അതിനോട് അടുത്തിരിക്കുന്നുണ്ടാവും, ചില ആളുകൾ വരാൻ പോകുന്നുണ്ടാവും. ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്താൽ നാളെ സുഖമായിട്ടിരുന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റത് എൻജോയ് ചെയ്യാനേ പറ്റില്ല. ചിലര് ഓടിക്കൊണ്ടേയിരിക്കും, കഠിനമായിട്ട് ഓടിക്കൊണ്ടിരിക്കും, പക്ഷെ എവിടെയും എത്തുന്നതായിട്ട് കാണുന്നുണ്ടാവില്ല. അതിനും അപ്പൊ ചോദിക്കൂ, സാറേ നിങ്ങളല്ലേ പറഞ്ഞത് ഓടേണ്ട സമയത്ത് ഓടണം, അതിനൊരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്ക് കയറി തന്നെ ഓടണം. പക്ഷെ പലരും ഓടുന്നത് പല ട്രാക്കിലൂടെയാ. എത്തുവോ? ഒരിക്കലും എത്താനുള്ള ചാൻസ് ഇല്ല. ഇവിടുന്ന് ബാംഗ്ലൂരിലേക്കുള്ള, അതായത് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിന് കയറിയിട്ട് നമുക്ക് കന്യാകുമാരി ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണോ? അല്ല. ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, കഠിനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ ചിലർ പറയും വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലായിട്ടല്ല, വിജയിച്ചവരൊക്കെ പ്രവർത്തിച്ചവരാണ്, ഹാർഡ് വർക്ക് ചെയ്തവരാണ്. പക്ഷെ അവർക്കൊരു പ്രോപ്പർ വേ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കയറി പോകേണ്ട വഴിക്ക് പോയാൽ മാത്രമേ എത്തേണ്ടിടത്തിൽ എത്തൂ എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് 79 ആളുകളാണ് ഇൻക്ലൂഡിങ് മീ ഈ ഒരു മീറ്റിങ്ങിനകത്ത് കയറിയിട്ടുള്ളത്. കയറുമായിരിക്കും, ഇനിയും കയറുമായിരിക്കും. 6:43 ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ മീറ്റിങ്ങുകളും, ഇതിൽ ഈ ഒരു മീറ്റിംഗ് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഒരുവിധം എല്ലാ മീറ്റിങ്ങുകളും 6 മണിക്കാണല്ലോ. ഞാൻ ഒരു 5:40 അലാറം വെച്ചിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് കയറി കുത്തിരിക്കുക. നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെയും കാണുന്നില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി ആ മെസ്സേജ് എടുത്ത് നോക്കി, ഇത് എത്ര മണിക്കാണെന്നുള്ളത്. അപ്പോഴാണ് 6:30 എന്നുള്ളത് മനസ്സിലായത്. വീണ്ടും ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് കുറേയും കൂടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമോ, എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ആ അരമണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. പക്ഷെ അതുപോലും ഉപയോഗിക്കാത്ത ഒരു മീറ്റിംഗ് ഉണ്ട്, ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, രാവിലെ തന്നെ ഒരു എനർജിയാണ്, പോസിറ്റീവാണ് എന്ന് ചിന്തിച്ചിട്ട് ഇതിൽ കയറാത്ത ഒട്ടനവധി മനുഷ്യന്മാരുണ്ട് ഇല്ലേ? സത്യത്തിൽ അവരും വന്നിരിക്കുന്നത് വിജയിക്കണം എന്ന ആഗ്രഹവുമായി തന്നെ ആയിരിക്കില്ലേ? അവരുടെ ആഗ്രഹം എന്തായിരിക്കും? വിജയിക്കണം. അതിനാണ് ഇതിലേക്ക് വന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാലോ, അവർ ചെയ്യുന്നില്ല. ഇപ്പോഴും ഉറങ്ങുകയായിരിക്കും പല ആളുകളും, ഇപ്പോഴും ഉണർന്നിരുന്നിട്ടും കേൾക്കാത്ത ആളുകൾ ഉണ്ടാവും, ഇപ്പോഴും ഇതിൽ കയറിയിട്ട് ഫോൺ ഒരു സ്ഥലത്ത് വെച്ച് പല സ്ഥലത്ത് മാറി നിൽക്കുന്ന, അല്ലെ പല ജോലികളും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. കാരണം ഇതിൽ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നത് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷ ആളുകളും വീഡിയോ പോലും ഓണാക്കിയിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ 2 കാരണങ്ങളാണ്. ഒന്ന്,
ഇത് സൂക്ഷ്മതയോടുകൂടി കേൾക്കുന്നുണ്ട് ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ട്. പക്ഷെ എന്തോ വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നും മനസ്സിലാക്കാം. 2, ഞാനിതാ എന്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ രാവിലെ തന്നെ മോർണിംഗ് മീറ്റിംഗിൽ കയറിയിട്ടുണ്ട് എന്ന് മറ്റാരൊക്കെയോ ധരിപ്പിച്ചുകൊണ്ട് അവന് ഈ ഒരു മീറ്റിംഗിന്റെ അടുത്ത് പോലും ഈ 7 അകലത്ത് പോലും നിൽക്കാതെ മറ്റെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നുണ്ടാവും. ഇത് രണ്ടും നമുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്റെ മുമ്പിൽ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കയറിയിരിക്കുന്നവരാണ് എന്നുള്ളത്. മറ്റുള്ളവരെ ഉറപ്പല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഉറപ്പാവാനും അല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നേടാൻ സാധിക്കൂ എന്നുള്ളത്. പ്രവർത്തിക്കാതെ നേടാൻ കഴിയുന്ന എന്തെങ്കിലും വിജയമുണ്ടോ? ഒരു വിജയവും ഇല്ല. അപ്പൊ പിന്നെ പ്രവർത്തിക്കുന്ന നല്ലത്. ഇന്ന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ? അതിനുള്ള കഴിവും അതിനുള്ള ആരോഗ്യവും അതിനുള്ള എന്താ പറയാ ഒരു ആവേശവും ഒക്കെ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ടോ? ഉണ്ട്. എന്നാ അതെങ്കിലും ഉപയോഗിക്കണ്ടേ? അതുപോലും പലപ്പോഴും പലരും ഉപയോഗിക്കാതെ മറ്റേ ഏതൊരു സിനിമയില് നെടുമുടി വേണി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ളത്. ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെല്ലാ ആളുകളും. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കാതെ എനിക്കൊന്നും കിട്ടിയില്ല, ഞാനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും. അത് മാറ്റുക. എന്റെ വഴി തെരഞ്ഞെടുത്തത് ഞാനാണെങ്കിൽ അതിന്റെ അറ്റം കാണുന്ന ചില ആളുകൾ പറയുന്നിട്ടില്ലേ, ഞാൻ ഇതിന്റെ അറ്റം കണ്ടിട്ടേ മടങ്ങൂ എന്നൊക്കെ. അത് ചിലപ്പോ വെറുതെ ഒരു രസത്തിന് പറയുന്നവരും ഉണ്ടാവും, പക്ഷെ അത് ഉള്ളിൽ തട്ടി പറയുന്നവരും ഉണ്ടാവും. ഏത് ഉള്ളിൽ തട്ടി പറയുന്നവരും ഉണ്ടാവും. ഞാൻ ഇതിന്റെ അറ്റം കണ്ടിട്ടേ അടങ്ങും. അതിനർത്ഥം ഇനി വിജയിക്കുന്നത് വരെ ഞാൻ വിശ്രമിക്കൂല എന്നുള്ളത് കൂടിയാ. ചിലര് പറയും ഞാൻ ഇതിന്റെ അറ്റം കണ്ടിട്ടേ ഇറങ്ങുന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുക, ഇതിന്റെ അറ്റപ്പം എന്നാ കാണുക. പക്ഷെ എന്തെങ്കിലും ചെയ്യോ? ഒട്ടും ചെയ്യേയില്ല. എന്നാ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കട്ടോ. ആക്ഷനാണ് സക്സസിലേക്ക് അടുപ്പിക്കുന്ന ഘടകം. പക്ഷെ ആക്ഷന് മുമ്പ് ഒരു ബിലീഫ് ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം. എന്ത്? ഞാൻ പ്രവർത്തിച്ചാൽ നേടും. ചില ആളുകളുണ്ടല്ലോ, എനിക്കുറപ്പാ ഞാൻ ഇതിലൊന്നും ആവൂല, എനിക്കൊന്നും കിട്ടൂല, എന്നാലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ പാവത്തങ്ങളാട്ടോ അവര്. കാരണം അവരുടെ തന്നെ വിശ്വാസം ഉണ്ട് അവരൊന്നും ആവില്ല എന്നുള്ളത്, എന്നാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നതിനേക്കാളും നല്ലത് പ്രവർത്തിക്കാതിരിക്കുന്നതാ. കാരണം വെറുതെ അവരുടെ സമയവും മറ്റു എഫേർട്ടും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ, കിട്ടൂ. ഇത് ഞാനാകും, എനിക്കാവണം, എനിക്ക് എൻ്റെ ടീമിനെ അല്ലെങ്കിൽ എൻ്റെ ടീമിനെ ഈ രീതിയിലേക്ക് വളർത്തണം, എൻ്റെ ടീം ഇങ്ങനെയാവണം, ഇത്ര ടീമിനെ ക്രിയേറ്റ് ചെയ്യണം, ഇന്ന രീതിയിലേക്ക് എനിക്ക് എൻ്റെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം എന്ന് നമുക്ക് അതൊരു വിശ്വാസം ഉണ്ടാവണം. ഈ വിശ്വാസം ഒട്ടും ഇല്ലെങ്കിലോ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമൊട്ടും ഇല്ലാനും. അപ്പൊ ഫസ്റ്റ് യു ബിലീവ്, ദെൻ ആക്ട് ടു സക്സസ്. ആദ്യം നമ്മൾ വിശ്വസിക്കുക. ഒന്ന് അവനവനിൽ തന്നെ ഒന്ന് വിശ്വസിക്കുക. എനിക്ക് എന്നിൽ ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? പ്രവർത്തിച്ച എന്ത് നേടും? കിട്ടുമോ? ഒന്നും കിട്ടൂല. നമുക്ക് നമ്മളിലൊരു വിശ്വാസം, നമ്മളുടെ ടീമിലൊരു വിശ്വാസം, നമ്മളുടെ കമ്പനിയിലൊരു വിശ്വാസം, നമ്മളുടെ പ്രോഡക്റ്റുകളിൽ ഒരു വിശ്വാസം, നമ്മുടെ കസ്റ്റമേഴ്സിലൊരു വിശ്വാസം, നമ്മുടെ മാർക്കറ്റിലൊരു വിശ്വാസം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഉറപ്പായിരിക്കും. അല്ലെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിച്ചോളണമെന്ന് ഉറപ്പൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഈ ബിസിനസ്സിൽ നിന്നും ചിലപ്പോ ഒരു വ്യക്തി ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ വന്നിട്ട് ആ വ്യക്തി ഫസ്റ്റ് ടൈം പ്രവർത്തിച്ച പോലെ ഇന്ന് നമ്മൾ ഓരോ ആളുകളും നിൽക്കുന്ന ഒരു പൊസിഷൻ നോക്കുക, ഇന്ന് നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികൾ നോക്കുക, എത്ര കാലമായി നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കുക, നമ്മുടെ എക്സ്പീരിയൻസ് നോക്കുക. നമ്മൾ തുടക്കക്കാരായിട്ട് പുതുതായിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് പ്രവർത്തിക്കുന്നത് പോലെ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ? ഭൂരിപക്ഷം ആളുകളും 99.9% ആളുകളും സത്യം പറയുവാണെങ്കിൽ ഇല്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക. വെറുതെ ചിലപ്പം അതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, ഭൂരിപക്ഷം ആളുകളും
തുടക്ക സമയത്ത് ഉള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് പോലെ പിന്നെ പ്രവർത്തിക്കുന്നില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? എന്തായിരിക്കും അതിനുള്ള കാരണം? അറിവ് കൂടുന്തോറും നമ്മളുടെ പ്രവൃത്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ സത്യം? നമ്മൾ തുടക്ക സമയത്ത് നമുക്ക് ഈ മേഖലയിൽ വലിയ അറിവൊന്നുമില്ല. അന്ന് പ്രവർത്തിച്ച അത്ര പോലും ഇന്ന് അറിവ് ഇത്രയധികം സമ്പാദിച്ച നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും? അതിനുള്ള കാരണം മാർക്കറ്റിലുള്ള പല എക്സ്പീരിയൻസുകളും ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അത്രമാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പല ആളുകളും നമ്മളെ കുറ്റപ്പെടുത്തുന്നതും നോ പറയുന്നതും റിജക്റ്റ് ചെയ്യുന്നതും ഒക്കെ ആവാം. അതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് മേ ബി അതൊക്കെ നമ്മളുടെ ബോധ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി എടുക്കും. ഏത് ഞാന് ശരിയാവില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ ടീമിലാ, അവര് ചെയ്യട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യാം. തുടക്ക സമയത്ത് നമ്മൾ ഒരു ദിവസമൊക്കെ ഒരു പക്ഷേ 5ഉം 10ഉം പുതിയ ആളുകൾക്ക് പ്ലാൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോ നമ്മൾ ഒരാൾക്കും പ്ലാൻ കൊടുക്കുന്നില്ല. ഈ ഇൻഡിവിജ്വലി ഉള്ള കേസ് കേട്ടോ, പേഴ്സണലി ഉള്ള കേസ്. ടീമിലൂടെ അല്ല, ടീമിനെ നമ്മൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമായില്ല. അത് വേണ്ടാന്നല്ല, അത് തീർച്ചയായിട്ടും വേണം. പക്ഷെ അതുകൊണ്ട് മാത്രമായിട്ടില്ല. നമ്മളുടെ കഴിവ്, നമ്മളുടെ കണക്ഷൻ, ഇതൊക്കെ നമ്മളും കൂടിയും ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? നമ്മുടെ കണക്ഷൻ വേറെ ആരും ഉപയോഗപ്പെടുത്തും? നമ്മുടെ ടീമിലുള്ള എ ഓർ ബി ഉപയോഗപ്പെടുത്തും വിചാരിച്ചിട്ടാണോ നമ്മൾ നിൽക്കുന്നത്? നമ്മുടെ സുഹൃത്തിന് ആര് പ്ലാൻ കൊടുക്കും? നമ്മുടെ റിലേറ്റീവിന് ആര് പ്ലാൻ കൊടുക്കും? നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട ഒരാൾക്ക് ആര് പ്ലാൻ കൊടുക്കും? അത് വേറെ ആരോ പ്ലാൻ കൊടുക്കുമെന്ന് വിചാരിച്ച് നിൽക്കുക. അല്ലെങ്കിൽ എൻ്റെ ടീമിലൂടെ പോയിട്ട് ഞാൻ ഈ വളഞ്ഞ മൂക്കടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ. നമ്മളൊന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ പല പ്രയാസങ്ങളും മാറും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ചിന്തകളായിരിക്കും നമ്മളെ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യാൻ അനുവദിക്കാതെ പോകുന്നത്. അങ്ങനെ അത്തരം ചിന്തകളൊക്കെ, അതായത് ഈ എല്ലാ ആളുകളും നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയണം, പുകഴ്ത്തി പറയണം, സ്വീറ്റായിട്ട് സംസാരിക്കണം, ഇതൊക്കെയല്ലേ നമ്മളെ ആഗ്രഹം. പക്ഷെ അത് സാധ്യമാകാറുണ്ടോ? പലപ്പോഴും ഇല്ല. നമ്മളെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ അങ്ങനെ തന്നെ സാധ്യമായിക്കോളണമെന്നില്ല. നമുക്ക് ഫീൽഡിലേക്ക് പോകുന്ന സമയത്തും മറ്റുമൊക്കെ നമുക്ക് കുറെ ഹേറ്റേഴ്സ് ഉണ്ടാവാറില്ലേ? അതായത് നമ്മളെ വിമർശിക്കുന്നവര്, നമ്മളെ വെറുക്കുന്നവര്, നമ്മളെ തള്ളിപ്പറയുന്നവരൊക്കെ. ഇത് നമ്മൾ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടൂല. അതെന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് അത്രേ വളർന്നിട്ടുള്ളൂ. നമ്മൾ ഇന്നും സാധാരണക്കാരനാ. എന്നാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. അന്ന് മുതലാണ് നമ്മൾ ബിസിനസ്സുകാരെന്നറിയപ്പെടുന്നത്. ബിസിനസ്സുകാർക്ക് ഹേറ്റേഴ്സ് വേണം, വിമർശകർ വേണം, തള്ളിപ്പറയുന്നവർ വേണം, കുറ്റപ്പെടുത്തുന്നവർ വേണം. അത് ആരോ ആയിക്കോട്ടെ. ആ കുറ്റപ്പെടുത്തലാണ് അവന്റെ വളർച്ചയെ സഹായിക്കുന്നത്. ആ വിമർശകരാണ് അവന്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്നത്. പക്ഷെ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് ആരെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മളെ കളിയാക്കി കഴിഞ്ഞാൽ, ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അതോടുകൂടി നിർത്തി പരിപാടി. പല ആളുകളും വീട്ടിലിരിക്കുക. കാരണം എന്താ? എനിക്ക് വിചാരിച്ച പോലെയല്ല കാര്യങ്ങള്. എൻ്റെ അത്രയും അടുത്ത, ഞങ്ങൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ പഠിച്ച് വളർന്നു വന്നിട്ടുള്ള ആളായിട്ട് പോലും അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചു. ഇതല്ലേ സത്യം? ഇതല്ലേ? അപ്പൊ തോൽക്കാൻ, പരാജയപ്പെടാനൊക്കെ വലിയ മടിയാണ് നമുക്ക് എല്ലാ ആളുകൾക്കും. സാധാരണക്കാരുടെ കേസാണ് പറഞ്ഞത്. യഥാർത്ഥ ബിസിനസ്സുകാരോ, അവർക്ക് തോൽക്കാനൊന്നും ഒരു മടിയുമില്ല. സത്യമല്ലേ? യഥാർത്ഥ ബിസിനസ്സുകാർ എത്ര തവണ തോറ്റിട്ടുണ്ടാവും. പക്ഷേ അവരാ തോറ്റടത്ത് നിന്ന് വീണ്ടും ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും പ്രവർത്തിക്കും. അങ്ങനെ പോയി ചിലപ്പോ തോറ്റ് തോൽവിയെ പോലും തോൽപ്പിക്കുന്ന ഒരു ദിവസം വരും നമുക്ക്. ആ സമയത്തിന് വേണ്ടി നമ്മൾ പൊരുതണം, പോരാടണം. പക്ഷേ അവിടേക്കൊന്നും ആരും എത്താറില്ല. ആരും എന്നല്ല, പലരും ഇല്ലേ? അവിടെ നിർത്തും. അതിൻ്റെ ഒക്കെ എത്രയോ മുന്നേ പരിപാടി നിർത്തി ഈ പെട്ടിയും പടമൊക്കെ മടക്കിയിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ മനസ്സ് അത്രയേ ഉള്ളൂ, സ്ട്രോങ് അല്ല എന്നുള്ളതാ. മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ, മുന്നേറാനും സാധിക്കൂ. എങ്ങനെയാ മനസ്സ് സ്ട്രോങ് ആക്കുക? പ്രയാസങ്ങൾ അനുഭവിക്കുന്നവന് മാത്രമേ അവന്റെ മനസ്സിനെ സ്ട്രോങ് ആക്കാൻ പറ്റൂ. പ്രയാസങ്ങൾ വരുമ്പോൾ മാറി ചിന്തിക്കുന്നവനെ, അല്ലെങ്കിൽ വിട്ടിട്ട് പോകുന്നവൻ ഒരിക്കലും അവന്റെ മനസ്സ് സ്ട്രോങ് ആവില്ല, സ്ട്രോങ് ആക്കാൻ കഴിയില്ല. കാരണം എന്താ? അവന് പറ്റാത്തതുകൊണ്ടാണ് അവൻ ടച്ച് പോയത്.
ചില ആളുകൾ കണ്ടോ നമ്മളൊക്കെ ഈ അബ്രഹാം ലിങ്കന്റെ ഒക്കെ പല കഥകളും കേട്ടിട്ടില്ലേ? മുൻ അമേരിക്കൻ പ്രസിഡന്റ്, ഒരു ചെറുപ്പത്തിയുടെ മകൻ. പല തവണ ജീവിതത്തിലും അയാളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ പരാജയപ്പെട്ട് തോൽവിയെ പോലും അദ്ദേഹം ഒരു നാൾ തോൽപ്പിച്ചു. കാരണം എന്താണെന്നറിയോ? ആ പരാജയങ്ങളിലൂടെ അദ്ദേഹത്തിന് കുറെ പാഠങ്ങളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പാഠങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്ട്രോങ് ആക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ഇതിൽ നിന്നൊക്കെ നമുക്കും വേണേ കുറച്ചൊക്കെ പഠിച്ചൂടെ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പരാജയത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ ഉൾക്കൊള്ളാനുണ്ട്, പഠിക്കാനുണ്ട് എന്ന് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചൂടാ? അങ്ങനെയും വേണേ ചിന്തിച്ചൂടെ? ഇത് നമ്മൾ ചിന്തിക്കൂല. നമ്മൾ വിചാരിച്ച ഒരു സാധനം ഉണ്ട്. നമ്മൾ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങോട്ട് സാധനങ്ങൾ വാങ്ങണം. നമ്മൾ പ്ലാൻ കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് 15,000 രൂപ മുടക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണം, ഞാൻ 15,000 മുടക്കാൻ മതിയോ? ഇതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിച്ചാലും കൊതിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നാൽ ഇതിനെതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്ത, മനസ്സിന് അത്രമാത്രം കട്ടിയില്ലാത്ത ലോല ഹൃദയരായിട്ടുള്ള ആളുകളാണ് നമ്മൾ, ഇല്ലേ? കാരണം ആളുകൾ നോ പറയുമോ എന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് പോലും നമ്മുടെ പേഴ്സണൽ പ്ലാനിൽ പോകാത്തത് എന്നുള്ളതാണ് സത്യം. വേറൊന്നുമല്ല. ആളുകൾ എന്ത് ചിന്തിക്കും? ആളുകൾ എന്തോ ചിന്തിച്ചോട്ടെ. എന്ത് ചിന്തിക്കുന്ന ആളുകളും നിങ്ങൾക്ക് ഒരു ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നാൽ പോലും മോനെ നീ എന്തോ കഴിച്ചോ എന്ന് ചോദിക്കൂല. പിന്നെ ആ ചോദിക്കാത്ത ആളുകൾ എന്തോ ചിന്തിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മാറി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഒന്ന് വിഷമിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആദ്യം കയറി ചോദിക്കുന്നുണ്ടാവുക, എന്താണ് നീ വിഷമിച്ചിരിക്കുന്നത്, എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ടാകുക നിങ്ങളുടെ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ഒന്നും ആയിരിക്കണമെന്നില്ല, നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് ആയിരിക്കും. അപ്പൊ പിന്നെ ആ ലീഡർമാർ പറയുന്നത് കേട്ടിട്ട് പ്രവർത്തിച്ചാൽ പോരെ നമുക്ക് വിജയിക്കാൻ? അത് പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രവർത്തിച്ച് നോക്ക്. എന്തായിരിക്കും അതിൻ്റെയൊക്കെ റിസൾട്ട് എന്നുള്ളത്? ചെറുതൊന്നായിരിക്കില്ല കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അതിന്റെ മുന്നേ നമ്മളൊരു ടീം ലീഡർ ആണെങ്കിൽ, ടീം ലീഡർ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്തോ TC ATC അങ്ങനെ റാങ്കൊന്നും കരുതണ്ട കേട്ടോ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, എനിക്ക് എൻ്റെ ടീമിനെ നയിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞാനത് പഠിക്കും, എനിക്ക് പറ്റും, എനിക്ക് പറ്റണം എന്നൊക്കെ ചിന്തിക്കുന്ന ആരോ ആയിക്കോട്ടെ, ടീം ഉള്ളവനോ ഇല്ലാത്തവനോ ആയിക്കോട്ടെ, ആ വ്യക്തിയെ നമുക്ക് ലീഡർ എന്ന് വിളിക്കാം. ഒരു ലീഡർക്ക് ഏറ്റവും നല്ലൊരു കാഴ്ചപ്പാടും, എന്താവണം, എവിടെ എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടും, അവിടെ എങ്ങനെ എത്താം എന്നുള്ള ഒരു ദിശയും കാണുന്നവനായിരിക്കണം. നമ്മൾ അതിനെ ഇംഗ്ലീഷ് വേർഡൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വിഷൻ ആൻഡ് ഡയറക്ഷൻ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പം നമ്മൾ എഴുതി വെക്കണമെന്നൊന്നുമില്ല, മനസ്സിലാക്കണമെന്നില്ല, ചിന്തിച്ച അത്ര മാത്രം മതി. കൃത്യമായിട്ടൊരു ലീഡർക്ക് വലിയ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഞാൻ എന്താവണം എന്ന് നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവണ്ടേ? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണ്ടേ? എൻ്റെ ടീമിനെ എന്താക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണ്ടേ? എൻ്റെ ടീമിനെ ഞാൻ എന്താക്കി മാറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണ്ടേ? എൻ്റെ ടീമിൽ ഒരു മാസം, ഒരാഴ്ച, ഒരു വർഷം എത്ര ബിസിനസ് വോളിയം കൊണ്ടുവരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണ്ടേ? എത്ര അച്ചീവേഴ്സിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണ്ടേ? എത്ര ലീഡർമാരെ ഞാൻ ഉണ്ടാക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണ്ടേ? 2025 തുടങ്ങുമ്പോഴോ അല്ലെ അവസാനിക്കുമ്പോഴോ ഞാനും എൻ്റെ ടീമും എന്തായിട്ട് മാറും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണ്ടേ? പല ആളുകൾക്കും അതൊന്നുമില്ല. നാളെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ നാളെ ആവട്ടെ എന്നിട്ടല്ലേ എന്ന് പറയുന്ന ആളുകളാണ്. ഒരു കാഴ്ചപ്പാടുണ്ടായതുകൊണ്ട് മാത്രമല്ല, ആ കാഴ്ചപ്പാടിലേക്ക് എത്തേണ്ട സ്ഥലത്ത് എങ്ങനെ എത്താം എന്നുള്ള അറിവും അതിനുള്ള പ്രാപ്തിയും ഉള്ളവൻ കൂടി ആവണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അതാ ലീഡർ. എല്ലാം ഉള്ളവനല്ല ലീഡർ, ഉണ്ടാക്കുന്നവനാണ് ലീഡർ. എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എങ്കിൽ അവൻ അത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് ഉണ്ടാക്കുന്നവനാണ് ലീഡർ. എനിക്ക് മാനേജ്മെന്റ് സ്കിൽ ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കുന്നവനാണ്. ഇതെല്ലാം കൂടി കുത്തി നിറച്ചിട്ട് പടച്ചവൻ കൂടേക്ക് ഭൂമിയിലേക്ക് അയക്കുന്നല്ലോ. അയച്ചതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതല്ലേ. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ എന്താക്കി മാറ്റുക? ഒരു ഡയറക്ഷൻ നമുക്ക് ഉണ്ടാവണം. ആ ഡയറക്ഷൻ നമുക്ക് ടീമിന് കാണിച്ചു കൊടുക്കണം. ആ ഡയറക്ഷനിലൂടെ ടീമിനെ കൊണ്ട് നടക്കണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താക്കാൻ പറ്റൂ, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, നമ്മുടെ വിഷൻ എന്താണോ അവിടെ നമുക്ക് എത്താനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. അതിനെന്താക്കണം എന്നറിയോ, ചില ഘട്ടങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് പലപ്പോഴും അത് പലരിലും കാണാറില്ല. അത് ബിസിനസ് ലൈഫിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള കഴിവ്, അതിനെ ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയും. ഒരു തീരുമാനം എടുക്കാൻ ആ സമയത്ത് ആ തീരുമാനം എടുത്തതായിരുന്നു ശരി എന്ന് പിന്നീട് നമ്മൾ കേട്ടിട്ടില്ലേ ചിലരൊക്കെ പറയുന്നത്, ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് കഴിച്ചില്ലേ. പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം അപകടമോ പറ്റി സ്പോട്ടിൽ ഞാൻ ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ആ സ്പോട്ടിൽ ഞാൻ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ആളിന്ന് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടില്ലേ. ആ സമയത്ത് തീരുമാനം എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ ആള് ഡെഡാവും. മീൻസ് ഇതേപോലെ തന്നെയാണ് ബിസിനസ്സിലും. എടുക്കേണ്ട സമയത്ത് നമുക്കൊരു തീരുമാനം എടുത്ത് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ടീം ഡെഡാവും. അപ്പോ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ എന്ന് പറയുന്നത് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്, വേണ്ടപ്പെട്ടതാണ്. പലരിലും അത് കാണാറില്ല. പലരും എന്തൊക്കെയോ എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവനവൻ എന്ത് ചെയ്യണം, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് പോലും പലർക്കും അറിയുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവം കൂടിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഘട്ടങ്ങളിൽ ഇനി എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അമ്മികവുമായ മറിഞ്ഞാലും ശരി, മുകളിൽ ആകാശം താഴെ ഭൂമി, അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. ഇത് മറയാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ഓൻ ആകാശവും ഭൂമിയും ഒക്കെ ഇപ്പൊ മറിച്ചിടും നോക്കാം, ആകെ പറിച്ചിലേ ഉള്ളൂ കേട്ടോ, അങ്ങനെ അങ്ങ് മറിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ അങ്ങ് പേടിക്കണ്ട. നമുക്കിനി എന്തോ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും വന്നോട്ടെ, എന്ത് പ്രതിസന്ധികൾ വേണമെങ്കിലും വന്നോട്ടെ, പതറാതിരിക്കാം. ഏത് അത്തരം പ്രശ്നങ്ങളോട് ഒരു കൂസലും കാണിക്കണ്ട, നിക്കണം, അങ്ങനെ ഉറച്ചു നിക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവനെ ആ പ്രതിസന്ധിയിലൂടെ നടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇല്ലെങ്കിലോ വീണ് ആ പ്രതിസന്ധി കുഴിയിൽ തന്നെ വീണ് മരിക്കും. മനസ്സിലായോ? അപ്പൊ ചില ഘട്ടങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നമ്മളെ വിജയത്തിലേക്കും, അതേപോലെ വേറൊന്നും കൂടി ഉണ്ട്, ആ ഘട്ടത്തിൽ നമ്മൾ എടുത്ത തീരുമാനം കൂടിയായിരിക്കും നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നത് കേട്ടോ. അപ്പോ എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആണ്, സ്ട്രോങ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ അത് റൈറ്റ് ഡിസിഷൻ ആൻഡ് സ്ട്രോങ് ഡിസിഷൻ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വരും. ഞാൻ അങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മുടെ ടീമിൽ, അവരുടെ ടീമിന്റെ ഒരു ഫാമിലിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനിപ്പോ തുറന്നു പറയുമ്പോൾ ചിലപ്പോ ആ ഒരു വ്യക്തി ഈ മീറ്റിംഗിൽ ഉണ്ട് എങ്കിൽ അതൊരു ഹേർട്ട് ടച്ചിങ് ആയിരിക്കും. കാരണം ആ ഡിസിഷൻ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവരെടുത്തിരിക്കുന്ന ഡിസിഷൻ തെറ്റായിരുന്നു, അതല്ലായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്, അതുകൊണ്ട് വലിയ ഒരു പരാജയം അവിടെ സംഭവിച്ചു എന്നുള്ളത്. സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, അത് ചില കാര്യങ്ങൾ നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുപോട്ടെ, ടീം ലീഡർ എന്നുള്ള രീതിയിൽ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യേണ്ട കർത്തവ്യം, കടമ നമ്മളിൽ ആണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. ഏത് ടീമിനെ? നമ്മളുടെ ടീമിനെ. നമ്മളുടെ ടീമിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാണ് നമ്മൾ. തലപ്പത്ത് സാധാരണ ആരായിരിക്കുക? രാജാക്കന്മാരാ, ചക്രവർത്തിമാരാ തലപ്പത്തിരിക്കുക. മനസ്സിലായ? അവരാണ് ആ രാജ്യത്തെ നയിക്കുന്നത്. രാജാവിന് മറ്റൊരു ഡ്യൂട്ടി എന്താണെന്നറിയോ? രാജ്യത്തെ നയിക്കുക എന്നുള്ളത് പോലെ തന്നെ ആ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ഏതെങ്കിലും ശത്രുക്കൾ തന്റെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനും, തന്റെ രാജ്യത്തുള്ള ഓരോ ആളുകളുടെ ക്ഷേമം, ഉന്നമനം അതൊക്കെ അന്വേഷിക്കാനും പ്രാബല്യത്തിൽ വരുത്താനും ഒക്കെ ശേഷിയുള്ളവനും ഉത്തരവാദിത്തമുള്ളവനും കൂടിയാണ് രാജാവ്. അപ്പൊ നമ്മളും രാജാവാണ് നമ്മളുടെ ടീമിന്റെ. പക്ഷേ നമ്മൾ ഇത് ശ്രദ്ധിക്കാറുണ്ടോ? ഏത് അയൽ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും ശത്രുക്കൾ നമ്മളെ ടീമിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടോ എന്നുള്ളതും, അവര് നമ്മളെ ടീമിനകത്ത് എന്തെങ്കിലും നെഗറ്റീവുകൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മളെ ടീമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ട് എന്ന് നമ്മളുടെ ടീം പോലും ഇന്ന് വരെ ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമ്മളും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓ, എന്റെ ഡ്യൂട്ടി ആയിരുന്നു അത്, രാജാവൊക്കെ തന്നെയാണ് ഞാൻ, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലേ?
അപ്പോ ഒരു ടീമിനെ നയിക്കേണ്ടവൻ, നായകൻ, ഇത് ഏറ്റവും തലപ്പത്തിരിക്കുന്നവൻ, അതിന്റെ തലപ്പത്തുണ്ടാവും. അത് ചക്രവർത്തിയോ അതിന്റെ ചക്രവർത്തിയോ ഒക്കെ ചില മോളുണ്ട്. അത് നമ്മൾ നോക്കണ്ട. നമ്മളുടെ ടീം, നമ്മളുടെ രാജ്യം, അതിനൊരു രാജാവേ ഉണ്ടാവും. ഓക്കെ, ആ ടീമിനെ കെയർ ചെയ്യാനും ആ ടീമിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകള്, സഹകരണങ്ങള്, സഹായങ്ങള് അത് വാഗ്ദാനം ചെയ്യാനും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനും അത് ചെയ്തു കൊടുക്കാനും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കി ക്ലിയർ ചെയ്യാനും മറ്റുള്ള രാജ്യങ്ങളുടെ ശത്രുത നമ്മളുടെ രാജ്യത്തിലേക്ക്, നമ്മളുടെ ടീമിലേക്ക് വരാതെ ഇരിക്കാനും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അവനും കൂടിയല്ലേ ലീഡർ? അവനല്ലേ ലീഡർ? നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളുടെ നമ്മളുടെ ടീം അല്ലാത്ത പലരുമായിട്ട് വലിയ മിങ്കിളിങ്ങളൊക്കെ? അങ്ങനെ ഏതെങ്കിലും രാജാക്കന്മാർ സമ്മതിക്കുവോ? ആ രാജ്യത്തുള്ള ആളുകൾ അന്യ രാജ്യത്ത് പോയിട്ട് ഇപ്പൊ എന്തിനാ നമ്മളുടെ ഈ ബൗണ്ടറിയിലൊക്കെ, ഈ ബോർഡറിലൊക്കെ വലിയ വാളുകള് അല്ലെങ്കിൽ വലിയ ചങ്ങലകള് അല്ലെങ്കിൽ വലിയ വേലിക്കെട്ടുകള്, അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറെ ജവാന്മാരൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്നാ പിന്നെ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന മോദിക്ക് വിചാരിച്ച പോലെ പാകിസ്ഥാനിൽ പാവങ്ങളല്ലേ, ഇവർ കുറച്ച് അവിടെ പോയിട്ട് ഒരു കുറച്ച് ഇങ്ങോട്ട് വന്നോട്ട് ഒക്കെ നിരങ്ങിക്കോട്ടെ എന്നെന്താ ചിന്തിക്കാത്തത്? ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ഈ രാജ്യത്തെ ഭരണാധികാരിക്കാ. നമ്മളെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ആ ടീമിന്റെ ഭരണാധികാരിയായിട്ടുള്ള ടീം ലീഡർക്കാ. പക്ഷെ അത് പലർക്കും അറിയൂല. സംഭവം ലീഡറൊക്കെ തന്നെയാ. ഇങ്ങനെ സെയിൽസ് കയറുമ്പോൾ റാങ്ക് കയറി പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവനവൻ ചെയ്യേണ്ടത് എന്താണോ അത് പലപ്പോഴും അവനവൻ അറിയാതെ പോകുന്നു, തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ വേദനയാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ വേണ്ട രീതിയിൽ ആക്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഹാപ്പിനെസ്സോട് കൂടിയിട്ടുള്ള ഒരു ടീമിനെ നയിക്കുന്ന വ്യക്തി എന്നുള്ള കൃതജ്ഞത നമുക്കുണ്ടാവും. ഇല്ലെങ്കിലോ അതുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രീതിയിൽ ടീമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കണം. ടീമിന് എന്തൊക്കെ ആവശ്യമുണ്ട്, അവര് ചിലപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞോളുന്നില്ല. നമ്മുടെ പ്രജകൾ രാജാവിനോട് പറഞ്ഞോളൊന്നുമില്ല, രാജാവേ എനിക്ക് ഇന്നതിന്റെ കുറവുണ്ട്, ഇന്നത് ചെയ്തു തരും എന്നുള്ളത്. രാജാവ് പ്രച്ഛന്ന വേഷനായിട്ട് അങ്ങോട്ടിറങ്ങണം. എവിടെ? ടീമിലേക്ക്. നിങ്ങൾ അങ്ങനെ കാണാറില്ലേ ചില രാജാക്കന്മാര് വേഷന്മാരെയൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നത്? ഇതേപോലെ നമ്മളെ ടീമിലേക്ക് ഇറങ്ങണം. എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ ചോദിക്കാതെ മനസ്സിലാക്കിയിട്ടോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കുക തന്നെ വേണം. അവരെ വളർത്താനുള്ള എല്ലാ ഉപാധികളും നമ്മൾ സ്വീകരിച്ചേ പറ്റും. അതിന് ഒരു പക്ഷേ നമ്മളുടെ റിസോഴ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏത്? എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് ഇന്നതാണ്. ഇപ്പോ ചില ആളുകള്, ഞാനിപ്പോ എനിക്കൊരു കാറുണ്ട്, ആ കാറ് കാണിക്കേണ്ട ഇടത്തിൽ ഞാൻ എൻ്റെ കാറും ആയിട്ട് ആ ലീഡറെയും കൊണ്ട് കാണിക്കേണ്ടി വരും. ഇപ്പൊ ചിലർ വിചാരിക്കുക എനിക്ക് കാറില്ലല്ലോ, എനിക്ക് ബൈക്കല്ലേ ഉള്ളൂ. എന്നാൽ നിങ്ങളുടെ റിസോഴ്സ് എന്താണോ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഞാൻ ഇപ്പൊ ചിന്തിക്കുക, അയ്യോ എനിക്ക് ബെൻസില്ലല്ലോ, ഞാനിപ്പോ എന്താക്കും എന്ന് ചിന്തിക്കണ്ട. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അവനാണ് ഇത്. എൻ്റെ രാജ്യത്ത് ഇത്തരം പീരങ്കികളേ ഉള്ളൂ, ഇത്തരം AK-47 ഉള്ളൂ എങ്കിൽ ഉള്ളത് വെച്ച് ഉപയോഗിച്ചോണം. അല്ല അന്യരാജ്യത്തേക്ക് നോക്കിയിട്ട് ഇന്നേക്കാളും കൂടുതൽ ഓനുണ്ടല്ലോ എന്ന് ചിന്തിച്ചു നിൽക്കണ്ട. നമ്മളെടുത്ത് എന്താണുള്ളത്, നമ്മുടെ അറിവ് എന്തോ ആയിക്കോട്ടെ, ഉള്ള അറിവ് നല്ലതാണെങ്കിൽ അറിവും രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഏത്? ഗുണത്തിനും ഉപയോഗിക്കാം, ദോഷത്തിനും ഉപയോഗിക്കാം. ബില്ലാദൻ അറിവില്ലാത്തവനല്ല, ഭയങ്കര അറിവുള്ള ആളായിരുന്നു. പക്ഷെ അയാളുടെ ഉപയോഗം മൊത്തം, അയാളുടെ ചിന്ത മൊത്തം നെഗറ്റീവ് ആയിരുന്നു, മറ്റുള്ള ആളുകളെ തകർക്കാനും മറ്റുമൊക്കെ ഉള്ള ഏർപ്പാടിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യിലുള്ള ചിന്തകളും ടീമിനെ നല്ല രീതിയിൽ നയിക്കാൻ പ്രാപ്യമാണ് എങ്കിൽ ആ കഴിവ് മാത്രം ഉപയോഗിക്കുക, ആ അറിവ് ഉപയോഗിക്കുക. അല്ലാണ്ട് എൻ്റെ ലീഡർക്ക് അറിയുന്ന പോലെ എനിക്കറിയില്ലല്ലോ, എൻ്റെ ലീഡർ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, അങ്ങനെ ഇല്ല 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 എന്നതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. ഉള്ളതിനെ കുറിച്ചിട്ട് ഉള്ളത് വെച്ച് മാക്സിമം, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പണ്ടുള്ളവരൊക്കെ പറഞ്ഞത്. ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യാം.
അതല്ലാതെ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തിട്ട് നമ്മുടെ സമയം പാഴാക്കണ്ട. അത് നമുക്ക് വേദനകൾ മാത്രമേ തരൂ, പ്രയാസങ്ങൾ മാത്രമേ തരൂ. അപ്പൊ അത് ചിന്തിക്കണ്ട. എനിക്കെന്തുണ്ട്, അത് വെച്ച് എനിക്കെന്ത് ചെയ്യാൻ കഴിയും, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ നിങ്ങളുടെ റിസോഴ്സുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ? ചില ആളുകൾക്ക് ടാബ് ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ലാപ്ടോപ്പ് ഉണ്ടാവില്ല. അപ്പൊ അവരെന്താക്കുക, ഉള്ളത് ബുക്കാണെങ്കിൽ ബുക്ക് വെച്ച് പ്രസന്റ് ചെയ്യണം. ചില ആൾക്ക് ബുക്ക് പോലും ഉണ്ടാവില്ല എങ്കിലോ, അതൊക്കെ വലിയ പോരായ്മയാണ്. എന്നാലും ബുക്കില്ലാത്ത ആളാണെങ്കിൽ ഒരു ചാർട്ട് പേപ്പറും മറ്റും വെച്ചിട്ട് എഴുതിയിട്ട് കൊടുക്കണം. ചാർട്ട് പേപ്പർ ഇല്ലാത്ത ആളാണെങ്കിൽ A4 ഷീറ്റ് എന്നെങ്കിലും നിലത്ത് വെച്ചിട്ട് അതിൽ എഴുതി കൊടുക്കണം. അല്ലാതെ അയ്യോ ഞാൻ ഇത്രയും വളർന്നിട്ട് എനിക്ക് ടാബ് ഇല്ലല്ലോ, എനിക്ക് ലാപ്ടോപ്പ് ഇല്ലല്ലോ, എനിക്ക് പ്രൊജക്ടർ ഇല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഇല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, വെറിയടാവണ്ട. അത് വിട്ടേക്ക്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് ബിൽഡ് ചെയ്യും. പറഞ്ഞ ക്ലിയർ ആയോ? ഉള്ളത് വെച്ചിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യൂ, ഡെവലപ്പ് ചെയ്യൂ. ടീമിന് ഇന്ന തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? വെടി വെച്ചാല് ശത്രു ചത്താ മതി. അത് പിസ്റ്റൽ ആണോ AK-47 ആണോ എന്നൊന്നും ആരും നോക്കണില്ല. നമ്മളെ കയ്യിലുള്ള വെപ്പൺ ഉപയോഗിച്ചിട്ട് നിങ്ങള് അറ്റാക്ക് ചെയ്തോളി. ഞാൻ അറ്റാക്ക് ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾ ഈ ബിസിനസ് കം ടു ദ പോയിന്റിലേക്ക് തിരിച്ചു വന്നാല് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ഇത്രയേ അറിയൂ സാറേ, ഞാൻ ഒരു സാധാരണക്കാരനല്ലേ, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ അല്ലേ എന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്കൊരു കഴിവുണ്ട്. ആ കഴിവ് വെച്ചിട്ട് അത് എക്സ്പ്ലോർ ചെയ്യും. നിങ്ങൾ ഒരിക്കലും ഞാനാവില്ല, ഞാൻ ഒരിക്കലും നിങ്ങളാവില്ല, നമ്മൾ ഒരിക്കലും മറ്റൊരാളാവില്ല. നമ്മൾ എന്നും നമ്മൾ തന്നെ ആയിരിക്കും. ആ വിശ്വാസം വെച്ച് നിങ്ങളൊന്ന് പ്രവർത്തിച്ചിട്ട് നോക്ക്. ഒരു പക്ഷെ മറ്റൊരാളെക്കാട്ടിലും ചിലപ്പോൾ മികച്ചതായിട്ട് നമുക്ക് മാറാൻ പറ്റും. അയാളായിട്ട് മാറാൻ പറ്റിക്കോളുന്നില്ല. നമുക്ക് അതിനെക്കാട്ടിലും നമ്മൾ ചിലപ്പോൾ ബെല്ലിസാറിന്റെ ഒക്കെ സ്പീച്ച് ഒക്കെ അയ്യോ ഇങ്ങനെയൊക്കെ ഞാനാ എന്നാ ആകുക, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ആവില്ല. ഒരു പക്ഷെ ചിലപ്പോൾ അതുക്കും മേലെ ആവാം. മനസ്സിലായോ? അപ്പോ നമ്മളുടെ റിസോഴ്സ് എന്താണോ, നമ്മളുടെ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് വെച്ച് ഉപയോഗിക്കുക. അത് തന്നെ, അത് വെച്ച് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. വേറെ ഒന്നുമില്ല. ടീമിനെ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക. അവർ പ്രവർത്തിക്കുന്നത് റൈറ്റ് വേയിലൂടെയാണോ എന്നുള്ളത് പഠിക്കുക, അതിന് കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി കൊടുക്കുക. അതല്ലാതെ ഇവിടെ അങ്ങോട്ട് എളുപ്പ വഴിയൊന്നും ഇല്ലാന്നേ. എന്താ ചെയ്യാ? എളുപ്പ വഴി ഇല്ലായിട്ട് തന്നെയാ. ഇതിലെറ്റ എളുപ്പ വഴി ഉണ്ടായിരുന്നെങ്കിൽ ഈയിലിരിക്കുന്ന STC പോലെ ഇടേഴ്സ് അല്ലേ അത് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുക. ഓരോന്ന് ചില്ലറക്കാരാ ഓരെങ്ങനെയുണ്ട് എളുപ്പ വഴി ഇല്ലായിട്ടല്ലേ ഓരോ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കഷ്ടപ്പെടുന്നതിന് എന്താ പ്രശ്നം? There is no easy way to success. Only hard work, hard work, hard work. ഹാർഡ് വർക്ക് ചെയ്യുക. അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചിട്ട് ഇപ്പൊ തൽക്കാലം ചിന്തിക്കാനേ പോകരുത്. നമ്മളുടെ ടീമിന്റെ വിജയോ പരാജയോ എന്തോ ആയിക്കോട്ടെ, ടീമിനെ എവിടെ എത്തിക്കണം നയിക്കണം എന്നുള്ള ചിന്ത, അതിന്റെ ഉത്തരവാദിത്വം അതൊരിക്കലും ടീം ഏറ്റെടുക്കൂല. പിന്നെ ആരെ ഏറ്റെടുക്കും? നമ്മളെ ഏറ്റെടുക്കണം. മനസ്സിലായോ? ടീം നയിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പഠിച്ചു വരുന്ന ആളുകളല്ലേ, പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളൊന്നുമല്ലല്ലോ. അപ്പൊ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില പരാജയങ്ങളും ചില വീഴ്ചകളും ഒക്കെ സംഭവിക്കും. അങ്ങനെ ടീമിന്റെ ഭാഗത്ത് നിന്ന് പോലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ, ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കറിയാം ഇന്ന ആളാണ്, അതായത് അത് ഹരിദാസേട്ടൻ ചെയ്തത് കൊണ്ട് മാത്രം പറ്റിപ്പോയതാ, അത് നമുക്കറിയാമെങ്കിലും ഒരു കാരണവശാലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. പറ്റുമെങ്കിൽ ആ ഉത്തരവാദിത്വം, ആ തെറ്റ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അവിടെയാണ് ഒരു ഗ്രേറ്റ് ലീഡർ വളരുന്നത്. ഏത് ടീമിന്റെ പരാജയം പോലും ഏറ്റെടുക്കാൻ മാത്രം നമ്മൾ വളർന്നവനാണെങ്കിൽ നമ്മളാണ് ഗ്രേറ്റ് ലീഡർ. ഒരിക്കലും അയാളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആൾ ഒരിക്കലും വളരൂല. ഉള്ളതും കൂടി അങ്ങ് ചീഞ്ഞു പോകും, തളർന്നു പോവുക. അപ്പൊ അവരെ എൻകറേജ് ചെയ്യുക വേണ്ടത്. ഓക്കെ, നിങ്ങൾ ചെയ്തപ്പോ അങ്ങനെ പറ്റി, ഡോണ്ട് വറി, നിങ്ങൾ അതിൽ ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കണ്ട. അല്ലെങ്കിൽ പരാജയം അല്ലാതെ ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് തുടങ്ങണം എന്നൊന്ന് അവരെ എൻകറേജ് ചെയ്ത് നോക്ക്.
അവരതുവരെ തന്നിട്ടുള്ള റിസൾട്ടിന്റെ ഡബിൾ അധികമായിരിക്കും ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് തരുന്നുണ്ടാവുക. ആ ഒരൊറ്റ വാക്ക് മതിയാ ഒരു പക്ഷേ ഒരു വ്യക്തിയെ മാറ്റിമറിക്കാൻ. ഒരു 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 നിമിഷം മതിയല്ലോ ഒരാളൊക്കെ മാറി മറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ നാട്ടില്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ നാട്ടില് രണ്ടാളുകൾ, അതായത് രണ്ട് സുഹൃത്തുക്കളാ. ആ രണ്ട് ആളുകളെ എനിക്ക് നല്ലപോലെ അറിയുന്നതാണ് കേട്ടോ. രണ്ടുപേരും എൻ്റെ വീടിനടുത്തമാണ്. ഇവര് നല്ല മദ്യപാനികളായിരുന്നു. അപ്പൊ ഇവര് മദ്യപിച്ച് സ്കൂട്ടറിൽ ബൈക്ക് എടുത്തിട്ട് നാട്ടിൽ നിന്ന്, ഇത് ബാലുശ്ശേരിന്റെ നാട്ടിൽ നിന്ന് ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ടൗണിൽ വന്ന് ഇത് ആ ലഹരിയിലാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. 2 or 3 പോലീസുകാർ കൈയാണിച്ചിട്ട് അവരെ പോലും ഒരാളെ തട്ടിച്ചിട്ടിട്ടാണ് പോയത്. ഈ പോക്കില് ഈ വണ്ടി ഒരു ഡിവൈഡറിൽ കൊണ്ട് ചിടിച്ചു. ഒരാൾ സ്പോട്ടിൽ മരിച്ചു. മറ്റേ ആള് കണ്ടിന്യൂസ് ഡ്രങ്കാർഡാണ്. ഇത് ഫുൾ ടൈം മദ്യം ഇടിച്ച് ആള് മരിച്ചു. മറ്റേ ആൾ കുറെ ട്രീറ്റ്മെന്റ് നടത്തി തിരിച്ചു വന്ന സമയത്ത് അയാൾ തീർത്തും ഒരു പുതിയ വ്യക്തിയായിട്ടാണ് വന്നത്. അതിനുശേഷം ആ ഇൻസിഡന്റിന് ശേഷം ആ വ്യക്തി ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അയാളുടെ വഴി തന്നെ അയാൾ മാറ്റി. കാരണം അയാൾ ചെയ്ത ജോലിയൊക്കെ മാറ്റിയിട്ട് അയാൾ മറ്റൊരു തലത്തിലേക്ക് പൂജ പഠിക്കാൻ പോയി. അതിനുശേഷം പല അമ്പലങ്ങളിലെയും, ഇവിടെയല്ല നാട്ടിൽ നിന്ന് വിട്ടിട്ട്, എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്രയോ ബാംഗ്ലൂരിലോ അങ്ങനെ ഏതോ സ്ഥലത്തിട്ടായിരുന്നു, അവിടെ പോയിട്ട് ആ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ലൈഫിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിമിഷം മതി, അല്ലെങ്കിൽ ഒരു സംഭവം മതി നമ്മുടെയൊക്കെ ലൈഫിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ. പറഞ്ഞു വന്നത് ഒന്നും കൂടി ആവർത്തിക്കാം. നമ്മളുടെ ലീഡർമാരുടെ ഒരു വാക്ക് മതി, ഒരു കെയർ മതി, ഒന്ന് തോളിൽ തട്ടി സംസാരിച്ചാൽ മതി. ഒരു പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള ഔട്ട്പുട്ട് ഇതുവരെ പുറത്തേക്കെടുത്തതിന്റെ എത്രയോ മടങ്ങ് പുറത്തേക്ക് വരാൻ ഒരു പക്ഷെ അത് സഹായകമാവും. എന്നാ ഇതേ ലീഡറുടെ ഒരു വാക്ക് മതി നമ്മളെ കരിച്ച് ഇല്ലായ്മ ചെയ്യാനും. ഏത് നേരത്തെ പറഞ്ഞ മാതിരി, എടാ നീ ഒറ്റ കാരണമാണ് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതോട് കൂടിയിട്ട് അങ്ങ് തീരുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണഗതിയിൽ പണ്ടത്തെ ആളുകളൊക്കെ പറയാറില്ലേ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒന്നും പിന്നെ ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോ ഇതൊക്കെ പ്രയോഗിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താക്കണം, 2 വട്ടം ആലോചിക്കുക. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും തോമസ് ആൽവ എഡിസൺ, നിങ്ങളൊക്കെ വായിച്ചു ഒക്കെ തന്നെയായിരിക്കും, നിങ്ങളൊക്കെ നല്ല നോളജുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ചില സാധനമൊക്കെ ഇങ്ങനെ ഞാനിത് പറയുന്ന സമയത്ത് ഒരു സുഖാണല്ലോ, എനിക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ പറയാൻ. തോമസ് ആൽവ എഡിസൺ, അദ്ദേഹമാണ് ബൾബ് കണ്ടുപിടിച്ചെന്നൊക്കെ നമുക്കറിയാലോ. നമ്മൾ ഇപ്പോഴും വെളിച്ചത്തിരിക്കുന്നത് പാവം ആ മനുഷ്യന്റെ അധ്വാനമാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. 10,000 തവണ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടിട്ടും വിട്ടുകൊടുക്കാതെ പ്രവർത്തിച്ചതിന്റെ ഒറ്റ ഭാഗമായിട്ടാണ് ഇന്നും നമ്മൾ വെളിച്ചത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റിന്റെ ചോട്ടിലിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അദ്ദേഹം ആദ്യമായിട്ട് ഒരുപാട് പരീക്ഷണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പരീക്ഷണശാലയൊക്കെ ഉണ്ട് വീട്ടില്. അതൊക്കെ കഴിഞ്ഞ് ഒരു ബൾബ് കണ്ടുപിടിച്ചപ്പോ ഇത് ആദ്യം പുറം ലോകത്തെ അറിയിക്കണമല്ലോ. അങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രസമ്മേളനത്തിൽ ഇത് ആദ്യം കാണിക്കണം. ഈ ബൾബ്, ഞാൻ കണ്ടുപിടിച്ച ബൾബ് ഇതാണെന്നും ഇത് ഇങ്ങനെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് പ്രകാശം ചൊരിയുക എന്നൊക്കെ കാണിക്കണം. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം പത്രപ്രവർത്തകരൊക്കെ വീട്ടിലേക്ക്